കൊരിന്ത്യർക്കെതിരെ ലേഖനം 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 7. ഒന്ന് കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. സ്തോത്രം. ഇങ്ങനെ വായിക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ കൃപാവരത്തിലും കുറവില്ലാത്തവരാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു വാചകമാണ്. അത് 2 കാര്യങ്ങൾ പ്രസക്തമാണ്. അതിനു മുമ്പ് ഈ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നതിന് നമ്മുടെ പശ്ചാത്തലം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞതായത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി. കൃപാവരത്തിൽ കുറവില്ല. രണ്ടാമത്, കർത്താവ് യേശുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 2 കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് mention നമ്മൾ പലപ്പോഴും വായിച്ചു വിടുന്നതല്ല, നമ്മൾ ഇതിലേക്ക് നോക്കാറില്ല. 2 കാര്യങ്ങൾ: കൃപാവരത്തിലൊന്നും കുറവില്ല. 2, യേശുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം കുറച്ച് താഴേക്ക് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കും, ഈ സഭ ഒരു ചന്ത പോലൊരു സഭയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പിണക്കമുണ്ട്, അവിടെ വിഭാഗീയതയുണ്ട്, അവിടെ പാവമുണ്ട്, ദാറ്റ് മീൻസ് അവിടെ വ്യഭിചാരമുണ്ട്, അവിടെ ഒരുപാട് മോശപ്രവർത്തനം നടക്കുന്ന ഒരു സഭയാണ്. പക്ഷെ അപ്പോഴും ഈ സഭയിലുള്ള ആൾക്കാരെ പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്ത് വിശുദ്ധന്മാരെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്, വിശുദ്ധന്മാരെ എന്നാണ് വിളിക്കുന്നത്. തെറ്റിദ്ധരിക്കരുത്, എല്ലാവരും ഇങ്ങനെയുള്ളവരല്ല. ഒരു സഭയെ പൊതുവെ വിളിക്കുമ്പോൾ അവിടെ ആരെയൊക്കെ പ്രശ്നക്കാരുണ്ടെങ്കിലും മോശം പ്രവൃത്തി കാണിക്കുന്നുണ്ടെങ്കിലും സഭയെ പ്രത്യേകം ആൾക്കാരെ അഭിസംബോധന ചെയ്യല്ലാതെ എഴുതാൻ പറ്റുകയില്ല. സഭയെ മൊത്തത്തിൽ വിളിക്കുമ്പോൾ വിശുദ്ധന്മാരെന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ. കാരണം അവരെല്ലാം വിശുദ്ധന്മാരാണ്. ക്രിസ്തുവിനാൽ വേദനിക്കപ്പെട്ട നമ്മളെല്ലാം വിശുദ്ധരാണ്. ക്രിസ്തു വിശുദ്ധരാണ്. സ്തോത്രം. അപ്പോഴും അവിടെ പാപം കിടക്കുന്നു. പാപം എന്ന് പറഞ്ഞാൽ സാധാരണ പാപങ്ങളൊന്നുമല്ല, വലിയ വിമണ്ടൻ പാപങ്ങളുണ്ട്. മാത്രമല്ല പിണക്കമുണ്ട്, മാത്രമല്ല വിഭാഗീയതയുണ്ട്. ഇതെല്ലാം ഇടയ്ക്ക് അപ്പോസ്തലൻ അവരോട് പറയാം, നിങ്ങൾക്ക് കൃപാവരത്തിന് യാതൊരു കുറവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് നിന്ന് ചിന്തയാണ്, ഇങ്ങനെ ഈ സഭയിൽ കൃപാവരത്തിന് യാതൊരു കുറവുമില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ കൃപാവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്കതിനുള്ള ഒരു ആഗ്രഹമുണ്ടോ? സ്തോത്രം. എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴും തീവ്രമായ ആഗ്രഹം നമ്മളിലുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം 2 കാര്യം അവിടെ ഉള്ളത്. ഒന്ന്, കൃപാവരത്തിൽ കുറവില്ല. അപ്പം ഒരു ചോദ്യമുണ്ട് അവിടെ, കൃപാവരത്തിൽ നമ്മൾക്കെന്തെങ്കിലും കൃപാവരങ്ങളുണ്ടോ? കാരണം ദൈവം എല്ലാവർക്കും അത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുരിന്തിൽ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കൃപാവരങ്ങൾ വാഞ്ചിക്കണം. പ്രത്യേകിച്ച് പ്രവചനവരം വാഞ്ചിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ കൃപാവരത്തിൽ കുറവില്ലാത്തവരെന്ന് പറയുന്നത് കൃപാവരങ്ങളുണ്ട് അവിടെ ആ സഭയിൽ. സഭയുടെ അവസ്ഥ നോക്കുമ്പോൾ, അപ്പുറത്ത് നോക്കുമ്പോൾ വളരെ മോശമാണ്. എല്ലാവരും അല്ല, പക്ഷെ സഭ ഓൾ ടുഗദർ നോക്കുമ്പോൾ വളരെ മോശം അനുഭവത്തിൽ കടന്നു പോകുന്നെങ്കിലും കൃപാവരത്തിന് യാതൊരു കുറവുമില്ല. സ്തോത്രം. നമ്മൾ സഭയായി നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പല കുറവുകളെ കൊണ്ടെന്ന് പറയുന്നെങ്കിലും ദൈവത്തിന്റെ കണ്ണിൽ നമ്മളെ കാണുന്നത് ഹല്ലേലൂയ തേജസ്സുകളായി കാണുന്നത്, തേജസ്സിന്റെ ആ ഒരു ഇതിൽ നമ്മൾ ദൈവം കാണുന്നത് ആ ഒരു വെളിച്ചമായിട്ടാണ് കാണുന്നത്, ആത്മാവിന്റെ വെളിച്ചം. അപ്പോൾ ദൈവം നമ്മളിലേക്ക് കൃപാവരങ്ങൾ പകരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ട് എപ്പോഴെങ്കിലും, എനിക്ക് കൃപാവരങ്ങളുണ്ടോ? ഏത് കൃപാവരം എനിക്ക് ദൈവം പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദിവസം ചിന്തിക്കണം അത്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ? അത് വലിയൊരു ചോദ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളിൽ പോലും വരാത്തൊരു കാര്യമാണ്. വല്ലപ്പോഴും ആരെങ്കിലും പറഞ്ഞ് കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇത് ആലോചിക്കുന്നത്, യേശു കർത്താവ് വരുമല്ലോ അല്ലെ? അങ്ങനെ ഒരു ചിന്ത നമ്മൾ എപ്പോഴെങ്കിലും ഉണ്ടോ? നമ്മുടെ ഹൃദയത്തിലുണ്ടോ? സ്തോത്രം. 2 ചോദ്യങ്ങളാണ് എന്നോട് ദൈവം ചോദിച്ച 2 ചോദ്യങ്ങൾ. ഹല്ലേലൂയ. കൃപാവരത്തിൽ കുറവില്ലാത്തത് പറയുമ്പം എന്ത് കൃപാവരമാണ് ഹല്ലേലൂയ എന്നിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നത്? ആ ചിന്ത എനിക്കുണ്ടോ? എനിക്കതിന്റെ വാഞ്ചയുണ്ടോ? രണ്ടാമത്തെ കാര്യം, ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടോ? ആഗ്രഹം എനിക്കുണ്ടോ? അതോ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ച് ഇവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് കുറച്ച് എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുന്ന വരുത്തി തീർത്ത ശേഷം എന്റെ ഇവിടുന്ന് മരിച്ച് അങ്ങനെ ഒരു ചിന്തയാണോ ഉള്ളത്? അതോ കർത്താവിന്റെ പ്രത്യക്ഷത കാണാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? കൃപാവരം കർത്താവിൽ ലഭിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് എഫേർട്ട് ഞാൻ അതിനുവേണ്ടി എടുക്കുന്നത്? സ്തോത്രം. ദൈവം എനിക്ക് ഉത്തരാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ എനിക്ക് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ എന്താണെന്ന ചിന്തയെങ്കിലും എനിക്കുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഈ ഒരു വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ദിവസങ്ങളിൽ ഈ ഒരു ചിന്ത നമ്മളിൽ നിന്ന് ഉണ്ടാകട്ടെ. ദൈവം എല്ലാവരും ദൈവം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ കൃപയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും, ബിക്കോസ് നമ്മളെല്ലാം മക്കൾ, നമ്മളെല്ലാം പുത്രന്മാരും പുത്രിമാരും അപ്പന്റെ സ്വത്തിന്റെ അവകാശികളാണ്. ഹല്ലേലൂയ.
അങ്ങനെ എന്തെങ്കിലും ലഭിക്കാതിരിക്കുന്നെങ്കിൽ അത് നമ്മുടെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് തിരിച്ചറിയുക. എന്റെ കയ്യിലെ കുഴപ്പമാണ്, എനിക്ക് കിട്ടത്തില്ലെങ്കിൽ. ഹാലലൂയ. തിരിച്ചറിയുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക. നമ്മൾ വലിയ മലയൊന്നും എടുത്ത് പൊക്കേണ്ട കാര്യമൊന്നുമില്ല. ആഗ്രഹിക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക, ദൈവത്തിൽ നിന്ന് കേൾക്കുക, ദൈവം പറയുന്നത് അതിനുവേണ്ടി നമ്മുടെ വഴികളെ ഒരുക്കി വെക്കുക. സ്തോത്രം. ഹാലലൂയ. നമ്മോട് പല പ്രോമിസുകളും ഉണ്ടായിരിക്കും, പക്ഷെ ആ പ്രോമിസുകൾ കിട്ടിയ ശേഷം ഹാലലൂയ നമ്മളൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പ്രവാചകനാകും, അല്ലെങ്കിൽ നിങ്ങൾ വലിയ പ്രാസംഗികരാകും, അല്ലെങ്കിൽ നിങ്ങൾ വെളിപ്പാട് കാണുന്നവരാകും, അല്ലെങ്കിൽ നിങ്ങൾ വചനത്തിൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ മുത്തുകളെ പുറത്തെടുക്കാൻ നിങ്ങളുടെ ദൈവം ശക്തരാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ നാവിനെ സമർത്ഥന എഴുത്തുകാരന്റെ തൂലിക പോലാക്കുമെന്നൊക്കെ ഒരുപാട് പ്രോമിസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡെലിവറൻസ് മിനിസ്ട്രി പ്രോമിസ് ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തെങ്കിലും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ അതിനുവേണ്ടി ഒരു ആഗ്രഹം നമ്മളിലുണ്ടോ? സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ കർത്താവിന്റെ വരവ്, പ്രത്യക്ഷത്തെ കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് ഈ ലോകത്തിൻ്റെതായ നമ്മുടെ ഈ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറ്റി നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. ഹല്ലേലൂയ. സ്തോത്രം. അത് ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അത് ഏറ്റവും മഹത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. ബിക്കോസ് നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയുള്ളത് മാത്രമല്ല. വചനം പറയുന്നത് നിങ്ങൾ ഭൂമിയുള്ളതല്ല, സ്വർഗീയമായി നോക്കാനാണ് വചനം പറയുന്നത്. ഒരു തിരിച്ചറിവാകട്ടെ, ഓർമ്മപ്പെടുത്തലാകട്ടെ. ആ ദിവസങ്ങളിൽ അത്തരം ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുവാൻ തക്കോണം സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. ഈ പുതിയ വർഷത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഹല്ലേലൂയ പുതുവർഷത്തിൽ മാത്രമല്ല, എപ്പോഴും ചിന്തിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മുടെ ചിന്തകൾ മാറട്ടെ, സമൂല പരിവർത്തനം വരട്ടെ, മനസ്സ് പുതുക്കി രൂപാന്തരം ഉണ്ടാകുമ്പോൾ റോമറിൽ പറഞ്ഞതുപോലെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം, പൂർണ്ണ ഹിതം വെളിപ്പെട്ടു. അതിനോട് ഒരുങ്ങിയിരിക്കാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. തുടർന്ന് നമുക്ക്